ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ.
കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ കുമ്മിയടിച്ചും താളത്തിനൊത്ത ചുവടുവെച്ചും അരങ്ങേറിയ കൈകൊട്ടിക്കളി ജനമനസ്സിനെ കീഴടക്കി. എനി ടൈം ന്യൂസും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി ജനപങ്കാളിത്തം കൊണ്ടേറെ മികവുറ്റതായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. നിറഞ്ഞ സദസ്സിനെ സമ്പന്നമാക്കിയ കൈകൊട്ടിക്കളി ആസ്വാദകർക്ക് വേറിട്ടൊരനുഭവമായി. MS മെറിറ്റ് ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർ മേഴ്സി ആന്റണി കൈകൊട്ടിക്കളി മത്സരം ഉദ്ഘാടനം ചെയ്തു. എനി ടൈം ന്യൂസും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈയൊരു ചടങ്ങിലേക്ക് എനിക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല, അതിന് പറ്റിയിട്ടുള്ളൊരു വേദിയല്ല ഇത്. എന്നെ ഈ ചടങ്ങിലേക്ക് ഭാഗമാകാൻ ക്ഷണിച്ചത് നമ്മുടെ എനി ടൈംസ് ന്യൂസിൻ്റെ ജീവനാടി ആയിട്ടുള്ള മിസ്റ്റർ രാജൻ സാറാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു വേദി എനിക്കൊരുക്കി തന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. മാത്രവുമല്ല, നല്ലൊരു പ്രോഗ്രാം ആസ്വദിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും സുന്ദരിമാരായി അണിഞ്ഞൊരുങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട്. ചേർന്നിരിക്കുന്ന ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾക്കും എല്ലാവരും നല്ലതുപോലെ കളിക്കാൻ ഉള്ള ആശംസകൾ ഞാൻ നേരുന്നു. എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ. അടുത്ത വർഷം ഇതിലും ഭംഗിയായി ഈ പ്രോഗ്രാം നടത്താൻ എനി ടൈം ന്യൂസിനും നമ്മുടെ ലയൺസ് ക്ലബ്ബ് വടക്കാഞ്ചേരി ഭാരവാഹികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ AP അധ്യക്ഷത വഹിച്ചു. ന്യൂസിന്റെ സഹകരണത്തോടെ വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബുമായി സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു കൈകൊട്ടിക്കളി മത്സരം നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ 7ഓളം ടീമുകളാണ് നമുക്ക് പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനി ടൈം ന്യൂസ് ചെയർമാൻ ഋഷി പൽപു, നമുക്കൊക്കെ അറിയാം, കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ ഓണത്തിന്റെ ഒരു വരവറിയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഇന്ന് കൈകൊട്ടിക്കളിയെ നമ്മൾ കാണുന്നത്. ഓണത്തിനാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കൈകൊട്ടിക്കളി മത്സരങ്ങളും കാര്യങ്ങളും നടത്തുന്നത്. അപ്പൊ കൈകൊട്ടിക്കളി മത്സരങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആ ഓണത്തിന്റെ വരവറിയിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്താൻ ഇനീഷ്യേറ്റീവ് എടുത്ത എനി ടൈം ന്യൂസിന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള നമ്മുടെ രാജശേഖരൻ കടമ്പാട്ട് രാജേട്ടൻ, അതുപോലെ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ, ഇവരോടൊക്കെ ആദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വളരെ തിരക്കുള്ള ഒരു ജീവിതത്തിലാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ മനസ്സിന് വരുന്ന ഒരു ആനന്ദം, ഒരു സ്ട്രെസ് റിലീസിങ് ഒരു കാര്യം കൂടിയാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പോയി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ മാറ്റങ്ങൾ തന്നെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഗോകുലേട്ടൻ പറഞ്ഞതുപോലെ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനി വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായ രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇതിന്റെ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ വിൽസൺ കുന്നമ്പള്ളി, CA ശങ്കരൻകുട്ടി, NA നസീർ, നൈസിൽ യൂസഫ്, A ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ PN ഗോകുൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് 2 വാചകം. വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള എനി ടൈം ന്യൂസ് ചാനലും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബും ചേർന്നാണ് ഇന്നത്തെ ഈ കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നത്.
നമുക്കറിയാം ദുരന്തത്തിനിടയിൽ ആഘോഷങ്ങളൊന്നും ഒക്കെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മാധ്യമങ്ങളിൽ കൂടി നമുക്ക് കാണാനുണ്ട് ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടേത് ആഘോഷമല്ല, ഒരു മത്സരമാണ്. ആഘോഷവും ഉത്സവം എന്നുള്ള വാക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൈകൊട്ടിക്കളി മത്സരം. എല്ലാ ദിക്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലും വേണ്ട മറ്റേ ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോകുന്നുണ്ട്, ഫുട്ബോൾ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ മത്സരങ്ങളൊക്കെ ഉണ്ട്. ഈ വയനാട് ദുരന്തത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. കൾച്ചർ ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.